ഹായ് ഹലോ നമസ്തേ. ഭയങ്കര വ്യത്യസ്തമായൊരു വ്ളോഗുമായിട്ട് നമ്മൾ പിന്നെയും എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഈ കായ് ഇതുകൊണ്ട് ഈ ആദിവാസി രൂപത്തിൽ പുല്ല് വെട്ടുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സേവനമാരമായിരിക്കും. അല്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ക്രിസ്മസ് ഒക്കെ അല്ലേ പുൽക്കൂടിനും അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയുള്ള സംഭവിക്കുന്നു. എന്നല്ല, പുൽക്കൂടൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്. അതൊക്കെ എപ്പോഴേ പണിയൊക്കെ കഴിഞ്ഞു ഗായ്സ്. ഈ സേവനമാരം നടത്തുന്നതിന്റെ മെയിൻ സംഭവം എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരുപാട് സെർച്ച് ചെയ്തതിനു ശേഷം നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന ഏക മോഡൽ നമ്മുടെ മാതാശ്രീയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ലൊക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീടാണ്. കാരണം നമ്മുടെ ബഡ്ജറ്റ് അറിയാലോ. ആദ്യം കുറച്ച് തീമുകളൊക്കെ നമ്മൾ തപ്പി. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ആയിരുന്നത് കൊണ്ട് നമ്മൾ പിന്നെ ക്രിസ്മസ് തീമിലേക്ക് ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒന്നാമത് സീറോ ബഡ്ജറ്റ്, രണ്ടാമത് കുറച്ച് കറണ്ട് ചാർജ് മാത്രം നമുക്ക് ആവുന്നേ ഉള്ളൂ. അത് പിന്നെ നമ്മൾ പോട്ടേന്ന് വെക്കും. അങ്ങനെ പിന്നെ വീട്ടിൽ കണ്ട തുണിമണികൾ, സാധനങ്ങൾ, ആക്രികൾ, കൂടാതെ 3-4 ലൈറ്റുകൾ, കാടും പടലും, പിന്നെ ജാമ്പുവാൻ്റെ കാലത്തെ ഒരു കർട്ടൻ, പിന്നെ നമ്മുടെ തീം ക്രിസ്മസ് ആയതുകൊണ്ട് പുല്ല് അത് ഇതൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഒരു ഗ്രീനിഷ് ആയിട്ട് അല്ലെങ്കിൽ റെഡിഷ് ആയിട്ടുള്ള ഒരു തീമും കിട്ടുമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടാണ് ഈ പുല്ലുമൊക്കെ എടുത്ത് ഇട്ടേക്കുന്നതിൻ്റെ പുറത്തോട്ട്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു മിനി സ്റ്റുഡിയോ നമ്മൾ ഇട്ട് വെച്ചേപ്പുണ്ട്. എന്ന് വെച്ചാൽ മിനി സ്റ്റുഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, ഒരു 3-5 ലൈറ്റ് വാങ്ങി വെച്ചേക്കുന്നുണ്ട് എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. നിങ്ങൾ ഭയങ്കര അഗാധമായൊന്നും ചിന്തിക്കേണ്ട. ഇനി നമ്മുടെ മോഡലിനെ അടിച്ചനച്ച് കുളിച്ച് വൃത്തിയാക്കി ഒരു കോലത്തിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചടങ്ങ്. ഇതിന് ഒരു 2-3-4-5 കൊട്ടൊക്കെ ഇടേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ എന്നെ കൊണ്ട് കഴിയാത്ത മേക്കപ്പ് സംഭവങ്ങളൊക്കെ കായെ കൊണ്ട് കഴിയാത്ത മേക്കപ്പ് സംഭവങ്ങളൊക്കെ ഞാനും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്ത് അവസാനം പറക്കം തലയിക്കകത്ത് മണവാളൻ ഒരുങ്ങി ഇങ്ങോട്ട് വരുന്നത് പോലെയായിരുന്നു അമ്മ ഇങ്ങോട്ട് ഒരുങ്ങി ഇറങ്ങിയത്. കണ്ടാ ഈ ബാക്ക്ഗ്രൗണ്ടിലെ കാടും പടലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാമ്പുണ്ട് പഴുതാരം ഉണ്ടെന്നുള്ള കമന്റ്സ് ഒന്നും വേണ്ട. കാരണം ഈ ഫോട്ടോയ്ക്കകത്ത് ഇമ്മാതിരി ഐറ്റങ്ങളൊന്നും അധികം വരുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കേട്ടോ. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് തൂക്കിയിട്ടേക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റിലെ ഫോട്ടോഷൂട്ടാണ് ഈ നടക്കുന്നത്. കേരളത്തിലുടനീളം വിവിധമായിട്ടുള്ള സമിതികളിൽ നാടകം കളിച്ചിട്ടുള്ള ആക്ട്രസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഫോട്ടോഷൂട്ട് ഞാൻ എടുക്കാനായിട്ട് ഇനി വിളിക്കാൻ ദൈവങ്ങൾ ബാക്കിയില്ലായിരുന്നു. അത്രയ്ക്ക് ദൈവങ്ങളെയൊക്കെ വിളിച്ചു. പിന്നെ അമ്മ അതുകൊണ്ട് പിന്നെ ഞാൻ മോശപ്പെട്ട വാക്കുകളൊന്നും ഞാൻ പുറത്തെടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. അധികം നല്ല രീതിക്ക് എന്നെ പണിപ്പെട്ടു. തിരിക്കാൻ പറയുമ്പോൾ കണ്ണടയ്ക്കാൻ പറയുമ്പോഴത്തേക്കും തിരിയാൻ പറയുമ്പോഴത്തേക്കും കുനിയേം ചെയ്യുന്ന ഒരു മോഡലിനെ പിടിച്ചാണ് ഞാൻ സത്യം പറഞ്ഞ ഈ കസർത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഔട്ട്ഫിറ്റിലെ എഡിറ്റഡ് അല്ലാത്ത കുറച്ച് ഫോട്ടോസാണ് ഇത്. അങ്ങനെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഈ ഫോട്ടോസ് ഒന്നും എഡിറ്റഡ് അല്ല കേട്ടോ കുഞ്ഞുങ്ങളെ. ഇതാണ് തേർഡ് ഔട്ട്ഫിറ്റ്. ഇവിടുത്തെ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഡ്രസ്സ് മൊത്തം അമ്മയുടെ കയ്യിലും അമ്മയുടെ പല ഡ്രസ്സ് എന്റെ കയ്യിലും, ഞങ്ങളുടെ 2 പേരുടെയും ഡ്രസ്സ് കാവ്യയുടെ കയ്യിലും. ഏകദേശം അളവുകളൊക്കെ ഒരുപോലൊക്കെയാണ്. അതുകൊണ്ട് കോസ്റ്റ്യൂമിന് നമ്മൾ പുറത്തെങ്ങും പോകേണ്ട ആവശ്യമില്ല. ഈ ബഹളമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കയ്യും കാലിയൊക്കെ വലിച്ചു വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡ്രസ്സ്, അതായത് എൻ്റെ അനിയത്തിയൊക്കെ ഡ്രസ്സ് ആ ശരീരത്തോട്ടൊന്ന് ഫിറ്റ് ആക്കുന്ന പരിപാടിയാണ്. ചേട്ടാ എടുത്തൊന്ന് പിടിച്ചേ അങ്ങോട്ട്. കുറെ നേരമായിട്ട് ചങ്കൂത്ത് സ്റ്റാച്ചു ഇരിക്കുന്ന പോലെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ ബുദ്ധിമുട്ടുള്ള ഒര കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഉച്ചക്കത്തെ കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചരട്ടുമായിരിക്കും. അല്ല, ഇവിടെ സ്നോ ഉണ്ടാക്കാണ്. സ്നോ. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അറിയാമല്ലോ, എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കും, ഒന്നും പുറത്തുനിന്ന് വാങ്ങൂല. മാങ്ങപ്പറി ചലിക്കൊത്ത മാങ്ങപ്പറി ഒരു സ്നോ പിടിക്കുന്ന ഒരു പോസ് എടുക്കാനായിട്ട് 2.5 മണിക്കൂറാണ് ഈ മാതാശ്രീ കളഞ്ഞേക്കുന്നത്. ഈ വേഷം അല്ലെങ്കിൽ ഈ ഫിഗർ ഈ ഒരു കലാപരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും ഒരു ആക്ട്രസിന് ഓർമ്മ വരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.
എൻ്റെ ഒരു അവസ്ഥ കണ്ടോ, ലൈറ്റ് പിടിക്കുന്നത് ഞാൻ, ഫോട്ടോ എടുക്കുന്നത് ഞാൻ, ചിരിപ്പിക്കുന്നത് ഞാൻ, പോസ് ചെയ്യുന്നത് ഞാൻ. അടുത്ത ഫോട്ടോ സെഷൻ എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അമ്മയ്ക്ക് ഷോക്ക് അടിക്കുമോ ഇല്ലയോ, ഉയിരോടെ തിരിച്ച് കിട്ടുമോ? ഭാഗ്യം, ഒന്നും സംഭവിച്ചിട്ടില്ല. നീണ്ട 8 മണിക്കൂറത്തെ പ്രവർത്തനങ്ങൾക്ക്, പ്രവൃത്തി പരിചയങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഈ കഷ്ടപ്പാടുകളുടെ എഡിറ്റഡ് വേർഷൻ ഒന്ന് കണ്ടാല ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ എഡിറ്റഡ് വേർഷൻ എടുത്ത് പ്രകാശനം ചെയ്യാഞ്ഞത്. ഇത് കണ്ടു കഴിഞ്ഞാല് ഞാൻ എന്തോന്ന് പറയട്ടെ. നിങ്ങളൊരു തള്ളയല്ലേ തള്ളേ, ഞങ്ങൾ എന്തായാലും ഇങ്ങനൊക്കെ പറയിപ്പിക്കണം. ഈ 2 സെക്കൻഡ് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ കണ്ടോട്ടിരിക്കുന്ന ഈ സാധനം ഈ പരുവത്തിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളെ പെട്ട പാട് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് സ്കിൽസ് എൻ്റെ ഉള്ളിൽ ഗാഢമായിട്ട് ഒരേ കിടപ്പുണ്ട്. അതെല്ലാം നമ്മളിനി പുറത്തേക്കും. ഇനി നമ്മൾ സേവനവാരത്തിലേക്ക് കടക്കുകയാണ്. കട്ടപ്പയും ബാഹുബലി ഇതെല്ലാം തൂത്തടച്ച് വൃത്തിയാക്കി പോയി കിടന്ന് ഉറങ്ങണം. ഇതാണ് നമ്മുടെ ചടങ്ങ്. അപ്പൊ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.